കോഴിക്കോട് സൗത്ത് ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുഖദാർ സ്വദേശി ആസിഫാണ് മരിച്ചത്. കടൽഭിത്തിയിലെ കല്ലിൽ തല കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്ന് രാവിലെ നാട്ടുകാരാണ്, ഈ പ്രദേശവാസികളാണ് സൗത്ത് ബീച്ചിൽ കടൽഭിത്തിയിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ മൃതദേഹം ഈ കടൽഭിത്തിക്ക് ഉള്ളിൽ അല്ലെങ്കിൽ കല്ലിനിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. പിന്നീട് പോലീസ് എത്തി പരിശോധന നടത്തി. ടൗൺ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. മുഖദാർ സ്വദേശി ആസിഫാണ് മരിച്ചത്. അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ എത്തിയത്, എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്നാലും ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്നുള്ളതിൽ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. കീയായി കിടക്കുന്നതാണ് വന്ന് കണ്ട ആളുകൾ കണ്ടത്. പ്രശ്നം എന്താ വെച്ചാൽ ഒരു തലകറക്കം ഒരു വിഷയമുണ്ട്. തല കറങ്ങി വീണ് എണീക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആയതാണോ എന്നൊന്നും വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഈ കല്ലിനിടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് തല ഉള്ളത്. മുഖദാർ സ്വദേശി ആസിഫ് എന്ന് പറഞ്ഞ ആളാണല്ലോ. അത് ഇവിടെ തന്നെ മുഖദാർ സ്വദേശിയാണ്. ഇവിടെ തന്നെ ചെറുപ്പം മുതൽ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. വിരലുള്ള ആളാണ്. വിരലുള്ള ആളാണ്. അത് ഈ പ്രദേശത്ത് തന്നെ. രാത്രിയും മിസ്സിംഗ് ഒന്നല്ലോ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ 10 മണിയോട് കൂടിയിട്ടാണ് ഒരു 9:30 കേസാണ് ഇവിടെ എത്തിയത്. ഓട്ടോറിക്ഷ ഉണ്ടാവും ഇവിടെ ഉപയോഗിക്കില്ല. ഓട്ടോ ഇവിടെ കണ്ടവരുണ്ട്. രാത്രി മുതൽ ആ ഓട്ടോ കണ്ട ആളുകളുണ്ട്. ഇപ്പോഴും ആ ഓട്ടോ ഇവിടെ കിടക്കുക. വീട്ടിലെത്തിയിട്ടില്ല. അപ്പം കുടുംബം വന്ന് സ്ഥിരീകരിച്ചതാണ് ആസിഫ് എന്നാണെന്ന്. നാട്ടുകാരാണ് കണ്ടത്. ആദ്യം നാട്ടുകാരുണ്ട് ഇവരറിയിച്ച് സംഭവം ഉണ്ടായതാ. ആരോഗ്യ പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും ആരോഗ്യ വിഷയമൊന്നുമില്ല. ഇങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടതാ. ആരോഗ്യ വിഷയമൊന്നും വേറെ ഒന്നുമില്ല. എന്തായാലും ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷ ഇതിന് സമീപം റോഡിൽ കിടക്കുന്നത് കണ്ടവരുണ്ട്. രാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഈ ആസിഫിന്റെ മൃതദേഹം ഇവിടെ കണ്ടെത്തുന്നത്. എന്തായാലും പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടത്തും. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ ഒന്നും വ്യക്തമായിട്ടില്ല, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്.